അങ്ങനെ അതെ ഗൈസ്, എന്താ അതിൽ ഉമ്മ വെള്ളം വെച്ചു. ഒരു പാത്രത്തിൽ, ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു. അതിൻ്റെ മുകളിലൊരു സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ വട്ട് വെച്ചിക്കണോ, സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ വട്ട് വെക്കേണ്ടവർക്ക് വെക്കാം. നമ്മൾ വെച്ചിട്ടില്ല, അപ്പോൾ വട്ട് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒരു മൂടി വെച്ച്, അത് വെച്ച്, പിന്നെ മൂടി വെച്ച്, പിന്നെ ഈ മൂടിയും വെച്ച്. ഇപ്പോൾ അത് ഒരു 15 മിനിറ്റ് ആയതിനു ശേഷം 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഒന്ന് ബുക്ക് വായിക്കാനും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ അൽമാര, എൻ്റെ സ്വന്തം അൽമാര തുറക്കും. മൈ ക്രാഫ്റ്റ് അലമാര എന്ന് വേണം പറയാം. ഇതിൽ ഫുൾ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് ഗൈസ് ഉള്ളത്. ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനത്തെ ബ്രഷ് പെൻസിനോണ്ട്. ഇത് 99 റുപ്പീസിന് ഞങ്ങൾ കാലിക്കറ്റ് നെസ്റ്റോന്ന് വാങ്ങിയതാണ്. ഈ ബുക്ക് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ റേറ്റ് 100 റുപ്പീസാണ്. ഇത് നല്ലൊരു പിക്ചർ ആയതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഇഷ്ടമായിട്ടോ. എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നന്നായിട്ട് ബുക്കും വായിക്കും കേട്ടോ ഗൈസ്. ഞാൻ അധികവും മനസ്സിലാണ് ഗൈസ് വായിക്കാറ്. അതിങ്ങനെ 3 പേർ ഒരിക്കൽ ഒരിടത്ത് ദരിദ്രനായ അങ്ങനെയൊന്നും ഞാൻ വായിക്കില്ല. ഞാൻ ഭയങ്കര സ്ലോലിയിൽ മനസ്സിൽ വായിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ ഈ പിക്ചർ എന്തായാലും വരയ്ക്കും കേട്ടോ, എനിക്കിഷ്ടമാണ്. ആളില്ലാത്തൊരു കുട്ടി എൻ്റെ സ്പേസിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വായിക്കട്ടെ. ഒരിക്കൽ ഒരിടത്ത് ദരിദ്രനായ ഒരു കച്ചവടക്കാരനുണ്ട്. ഉണ്ടായിരുന്നു 3 പെൺമക്കളാണ് അയാൾക്കുള്ളത്. പലിശക്കായി ഒരു വീട്ടിൽ സകല സാധനങ്ങളും കഴിച്ച് വന്ന മകൾ പേര് സുന്ദരി. മൂന്നാമത്തെ സുന്ദരിയാണ്. എന്നാൽ 3 പേരിൽ ഒരാൾ ഭയങ്കര ദർശനം എഴുത്തുവഞ്ചിപ്പോൾ എല്ലാവരെയും വിചാരിച്ചുകൊണ്ട് സഹായിച്ചു. സുന്ദരിയായ തീടിലുള്ള ഒരു കുട്ടി. സുന്ദരിയുടെ ചേച്ചിമാർക്ക്